നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ പത്മരാജൻ്റെ 93-ാം ജന്മദിനം DCCയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കേട്ടതാണ് ഒരു സമരം അടിച്ചമർത്താൻ പട്ടാളത്തെ ഇറക്കാനുള്ള ഉത്തരവ് കൊടുക്കാൻ അദ്ദേഹത്തിനുള്ള ആർജവം. ഇന്നിപ്പോൾ ഞങ്ങൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും അദ്ദേഹം ഓടിയെത്തുകയാണ്. എനിക്ക് അതിശയമാണ്. ഈ അടുത്ത സമയത്ത് തന്നെ DCCയിലെ ഒരു പരിപാടി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം വന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വരും എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രഖ്യാപന ദീപശിഖ പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തെളിയിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി വെളിയം ഉപജില്ലയുടെ പ്രവർത്തനോദ്ഘാടനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MB പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സുജാത ടീച്ചർ, സന്തോഷ് സാർ, മറ്റ് നമ്മുടെ ശില്പശാലയിലെ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഹരീഷ് സാർ, തോട്ടം ഭുവനേന്ദ്രൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ. അപ്പോൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നമ്മുടെ ഉപജില്ലാ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത്. അപ്പോൾ നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ ഭാരത് അരിയുടെ വിപണന ഉദ്ഘാടനം നടന്നു. സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രഖ്യാപന ദീപശിഖ കൊട്ട ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ HM ശ്രീമതി ആശ ടീച്ചർ തെളിയിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് നെടുമൺകാവിൽ CPM നടത്തിയ പ്രതിഷേധ ജാഥ. ഏഴൂരിൽ നടന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വാർഡ് മെമ്പർ ശ്രീ ലിജു ഉദ്ഘാടനം ചെയ്തു. കൊട്ര നാൽക്കവല തെങ്ങഴികത്ത് വീട്ടിൽ രാധാകൃഷ്ണപിള്ള അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളുടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കാണുന്നവരെ നമസ്കാരം.